കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ ലഹരിക്കടിമയായ മകന്റെ മർദ്ദനമേറ്റ് അച്ഛന് ദാരുണാന്ത്യം. മക്കിനിയാട്ട് ശശിധരനാണ് മരിച്ചത്. മകൻ അഭിരാമിനെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരിക്കടിമയായ അഭിരാം സ്വന്തം അമ്മയെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിക്കുകയായിരുന്നു അച്ഛൻ ശശിധരൻ. ഇതോടെ അമ്മയെ ആക്രമിക്കുന്നത് നിർത്തിയ അഭിരാം അച്ഛന് നേരെ തിരിഞ്ഞു. കഴുത്തിന് കുത്തുകയും തലയിൽ ശക്തിയായി അടുക്കുകയും ചെയ്തതോടെ ഗുരുതരമായി പരിക്കേറ്റ ശശിധരൻ നിലത്തു വീണു. ബഹളം കേട്ട് ഓടിയെത്തിയ പരിസരവാസികൾ കണ്ടത് ബോധമില്ലാതെ നിലത്ത് കിടക്കുന്ന ശശിധരനെയും തൊട്ടടുത്ത് യാതൊരു കൂസലുമില്ലാതെ നിൽക്കുന്ന അഭിരാമിനെയുമായിരുന്നു. ഉടൻ തന്നെ ശശിധരനെ പരിസരവാസികളും മറ്റു ബന്ധുക്കളും ചേർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 12 ശേഷമാണ് അവൻ വന്നത് ഇവിടെ വീട്ടിൽ. അതിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങളാണത്. അനിയനെയും ഒക്കെ അടിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇവൻ ഇടപെട്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അന്നേരം ഇവിടെ അയൽവാസികളും തങ്ങളുടെ മോനാണ് കൊണ്ടുപോയത്. ആ പോലീസ് അന്നേരം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുകയും അവർ വരികയും പിന്നെ എല്ലാം ഉണ്ടായിട്ടുണ്ട്. ലഹരിക്കടിമയായ അഭിരാം അച്ഛനെയും അമ്മയെയും സഹോദരനെയും ആക്രമിക്കുന്നത് പതിവായിരുന്നു. വീട്ടുകാർ പരാതി നൽകുമ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി അഭിരാമിനെ കസ്റ്റഡിയിലെടുക്കും. പിന്നീട് അഭിരാം തിരികെ എത്തി അക്രമം ആവർത്തിക്കും. പതിവായി ലഹരി ഉപയോഗിച്ചിരുന്ന പ്രതി നാട്ടിൽ സ്ഥിരം പ്രശ്നക്കാരനായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും വീട്ടിലെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, കോഴിക്കോട്.